ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് വരുവാണ്. അപ്പം നമ്മൾ ടോപ്പിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും നമ്മുടെ കാരണന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നോക്കുമ്പോൾ പലരുമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഏറ്റവും മോശം ഭക്ഷണം കഴിക്കുന്നത് നമ്മളാണ്. പണ്ടത്തെ ആൾക്കാരാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഏറ്റവും രുചിയുള്ള ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് അവരാണ്. അവർ പറഞ്ഞു നടക്കുമായിരുന്നു. അത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ നിന്റെ അഭിപ്രായം? എന്താണ് അതിനെപ്പറ്റി നിനക്ക് അഭിപ്രായം? കംപ്ലീറ്റ്ലി യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കാലത്താണ് ആൾക്കാർ കൃത്യമായിട്ടുള്ള ഡയറ്റ് എന്താണെന്നും ആൾക്കാർക്ക് ബോഡിയിൽ ഒരു ദിവസം ഡയറ്റിനെ പറ്റി ഒന്നുമല്ല നമ്മൾ ഒരു ഭക്ഷണത്തിന്റെ ക്വാളിറ്റി. ഒറ്റ രുചിയുള്ള മാങ്ങ ഇന്നായിരുന്നു ഉണ്ടായിരുന്നത്, പണ്ടാണ്. ഇന്നാണോ ഉള്ളത്, പണ്ടായിരുന്നു ഉണ്ടായിരുന്നത്? പണ്ടാണുള്ളത്. നിന്റെ ഉത്തരവാദം രുചി. നീ ടേസ്റ്റ് മാത്രമാണ് ഉദ്ദേശിച്ചത്. രുചി എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനം ഞാൻ മൊത്തത്തിൽ പറഞ്ഞ അങ്ങനെ രുചി. അവന്റെ ചോദ്യം 1+1 ആണെങ്കിൽ നീ അതിന് മാത്രം ഉത്തരം ചെയ്യാം. രുചിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ല, ഇപ്പോഴാണ് രുചി കൂടുതൽ, പണ്ടല്ല. പണ്ട് റോ ആയിട്ടുള്ള അതിന്റെ ടേസ്റ്റ് എന്താണോ അതായിരുന്നു ടേസ്റ്റ്. ഇപ്പൊ രുചി കൂട്ടാനുള്ള സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ചെയ്യുന്നത് ഏതാ ചെയ്യാത്തത് ഏതാന്ന് പോലും അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം? രുചി അടിസ്ഥാനത്തിലാണോ മൊത്തത്തില് നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ? നല്ല ഫുഡ്. എനിക്ക് സ്പെസിഫിക് അവന് നല്ല സ്പെസിഫിക് കൊടുത്തിട്ട് പറയണേ. എനിക്കിനി മൊത്തത്തിൽ കാര്യം പറയാനാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ക്വാളിറ്റി ഫുഡിന്റെ ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ ക്വാളിറ്റി ആയിട്ടാണ്. മണ്ണ് എപ്പോഴായിരുന്നു നല്ലത്? പണ്ടായിരുന്നു. ഓക്കെ, ഐ ബിലീവ് പണ്ടത്തെ മണ്ണായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ട കെമിക്കൽ സുനാപ്പികളൊക്കെ ഉപയോഗിക്കാത്ത മണ്ണാണ് എങ്കിൽ സംഭവം ഒക്കെയാണ്. അതും തെറ്റാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോഴാണ് കൂടുതലും മണ്ണില് വിഷവും കാര്യങ്ങളും, അതായത് ഒന്ന് മറ്റേ വിതയൊക്കെ വിതച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് വേറെ സാധനങ്ങളൊക്കെ നടത്തും. അപ്പോഴും പണ്ടത്തെ വിഷവും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് വെച്ചിട്ട് വേറെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മള് എല്ലാ സാധനങ്ങളെയും വിഷം എന്നാണ് പറയുന്നത്. അതിനകത്താണ് അതിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് കിടക്കുന്നത്. പറയുന്നത് സത്യം പറഞ്ഞ സോയിൽ ക്വാളിറ്റി ഇപ്പോഴാണ് ബെറ്റർ എന്നാണ്. പണ്ടത്തെ അതിന്റെ എക്സ്റ്റെൻസീവ് യൂസ് കാരണം അതിനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് മോശമായി കിടക്കുന്നതാണ്. ഇല്ല, ഞാൻ പറഞ്ഞേ ജനറലി ഇപ്പൊ നോക്കുവാണെങ്കിൽ സോയിൽ ക്വാളിറ്റി ഇപ്പോഴല്ലേ മോശം. അത് എന്തുകൊണ്ടാണ്? മനുഷ്യന്മാര് ട്രീറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് മോശമായി കിടക്കുന്നത്. അല്ലാതെ കെമിക്കൽ യൂസ് ചെയ്ത് മോശമായതല്ല. മനുഷ്യന്മാരാണ് പിന്നെ ഡയഗ്നോസർ ഒന്ന് കെമിക്കൽ യൂസ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞേ. അതാണ് നമ്മള് മനുഷ്യന്മാരാണല്ലോ. നമ്മള് വിചാരിച്ച ഇവിടെ ഈ ഭൂമി എന്താ സെറ്റപ്പ് ആയിട്ട് പോകും. ഇമാതിരി യുദ്ധമൊന്നും നടക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നന്നായിട്ട് ഫുഡ് കഴിച്ച് ജീവിച്ചു പോവാം. ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുടുംബത്തിന് കുത്തുവാള അടുപ്പിച്ച് അവനെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ അല്ലാത്തത്? ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ടല്ല, ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കിട്ടുന്നതിന്റെ 10% വിളവ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, സ്കേലബിലിറ്റി വൈസ് നോക്കുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. മാത്രമല്ല നിലവിലത്തെ പോപ്പുലേഷൻ വൈസ് കൂടെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും കെമിക്കൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചാണകവും ചാണകത്തിന്റെ മറ്റേ സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എവിടെ ഈച്ച പോകും. അത് ശരിയാണ്. മാത്രമല്ല നിലവില് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചാണ് മറ്റേ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയും. ആ സമയത്താണ് മറ്റേ ജവഹർലാൽ നെഹ്റു, പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെയാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് കെമിക്കൽസ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഭയങ്കര തെറിയായിരുന്നു ഓപ്പോസിറ്റ് കിടക്കുന്ന പാർട്ടിക്കാർ. ഇതൊന്നും നട്ടപ്പട്ടിയുള്ള കേസൊന്നുമല്ല. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള നേതാക്കന്മാരെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഭയങ്കര ഒപ്പോസിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് അവര് നിർബന്ധം കാരണം ഈ അമോണിയ അതുപോലെ തന്നെ ബാക്കിയുള്ള വളങ്ങളും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ടുള്ള സാധനങ്ങളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ ഈ ബയോടെക്നോളജി ഭയങ്കരമായിട്ട് എടുത്ത സമയത്താണ് വികസിപ്പിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഏറ്റവും നല്ല. ഇപ്പം ചില സ്ഥലത്ത് ഇപ്പം പഞ്ചാബിൽ വളരുന്ന എക്സാമ്പിൾ പറഞ്ഞത്, പഞ്ചാബിൽ വളരുന്ന കരിമ്പ്,
ആ കരിമ്പിന് വലിപ്പം കുറവാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ കാശ്മീരി കിടക്കുന്ന കരിമ്പ് അതിന് വലിപ്പമുണ്ട്, ടേസ്റ്റ് ഇല്ല. ഇവരെന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നല്ല വലിപ്പവും നല്ല മധുരമുള്ള വെറൈറ്റി ഉണ്ടാക്കി വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് ഒന്നെങ്കിൽ രുചി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗുണം ഉണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വലിപ്പം ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്ന സാധനത്തിന് രുചിയുണ്ട്, വലിപ്പമുണ്ട്, ഗുണമുണ്ട്. സോ ശരിയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്തുകൊണ്ടാ ചോദിച്ചിട്ടാണ്, ആ സാധനം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഓവറായിട്ട് അടിച്ചേരിപ്പിക്കുന്നതാണ് എല്ലാത്തിനും പ്രശ്നം. അല്ലാതെ നീ പറഞ്ഞ പോലെ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ, അങ്ങനെ അടിച്ചില്ലെങ്കിൽ സാധനം ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. ഇത്രയും പോപ്പുലേഷൻ ഉള്ള സ്ഥിതിക്ക് അതിനനുസരിച്ച് സ്കെയിലബിലിറ്റി കുറയും, അത് പ്രശ്നമാവും. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ആൾക്കാരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് ഈ സാധനം കൂടുതലായിട്ട് ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതൽ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും, അതിപ്പോൾ അവർ ആലോചിക്കണം, ഒരു മാങ്ങ 10 ദിവസം കൊണ്ട് ആ സാധനം ചീത്തയായി പോകും. അപ്പോൾ 10 ദിവസം കൊണ്ട് അത് മൊത്തം 10 കിലോ വിറ്റ് തീർന്നു. ഇപ്പോൾ 10 കിലോ ആണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് 10 കിലോ വിറ്റ് തീർന്നില്ലെന്നുണ്ടെങ്കിൽ വിഷയമാകും. അപ്പൊ അതുകൊണ്ട് വിഷം അടിച്ചിട്ട് അത് 20 ദിവസത്തേനാക്കി വെക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പത്തേന് എന്താ പ്രശ്നം സംഭവിക്കുന്നത്? കെമിക്കൽസ് നമ്മുടെ വയറ്റിലേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ തന്നെ കെമിക്കൽസ് ഓവറായിട്ട് അടിച്ച് അതിൻ്റെ പല സാധനങ്ങളും കളഞ്ഞിട്ടുമുണ്ട്. അല്ല, അപ്പൊ പഴയ കാലഘട്ടത്തില് അത്രയും ക്വാളിറ്റി ഇല്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ്? നീ പറയുന്ന പോലെ അത് മറ്റേ കരിമ്പിന്റെ കേസ് പറഞ്ഞ പോലെ ആ ഒരു സംഭവം ലാക്കിംഗ് ആയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? പക്ഷെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണം കിട്ടിക്കൊണ്ടിരുന്ന ശരീരത്തേക്ക് അത്രയും നന്നായിട്ട് കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന പണ്ടല്ല, ഇപ്പോഴല്ലോ നോക്കുവാണെങ്കിൽ. ഇപ്പൊ രണ്ടൂടെ കമ്പൈൻ ചെയ്ത് ഗുണമുള്ള കാര്യങ്ങൾ ശരീരത്തിൽ കയറുന്നുണ്ടെങ്കിൽ അതിനൂടെ കെമിക്കലും കയറുന്നില്ലേ? പണ്ട് ഇച്ചിരി ഗുണം കുറവാണെങ്കിലും അല്ലെങ്കിൽ അത്രയും ഒരു HIV ഷീറ്റ്സോ കെമിക്കൽ ഈ അങ്ങനെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സംഭവം ജനറ്റിക് മോഡിഫൈഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈബ്രിഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഈ കെമിക്കൽസിനൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ലെവലൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴത്തേനാണ് ശരിക്കും പ്രശ്നം വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു പുള്ളി പെപ്സി മേടിച്ചുകൊണ്ട് പോയിട്ട് അത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അതിനകത്ത് എഞ്ചിൻ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം യൂസ് ചെയ്തു. നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടിയിൽ കുറേ ഒന്ന് കമന്റ് ഇട്ടേക്കുവാണ്, കണ്ടോ ഇന്നോ ആസിഡ് അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വയറിനകത്ത് സംഭവിക്കുന്നത്. മണ്ടന്മാർക്ക് അറിയത്തില്ലാത്തൊരു സാധനമാണ് നമ്മുടെ വയറ്റിനകത്തും ആസിഡ് മാങ്ങാത്തൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ലെവൽ വരെ നമ്മുടെ ശരീരത്തിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പെപ്സിയുടെ ബോട്ടിലകത്താണ് എഴുതി വെച്ചിട്ടുണ്ട് ഒറ്റ ദിവസം ഇത്രയും കുടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇത്ര യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മൾ ബിസ്ക്കറ്റിന്റെ കവറാണെങ്കിൽ പോലും അതിനകത്ത് 3 പീസോ 2 പീസും കണ്ട് ഒരു ദിവസം കഴിക്കാവുള്ളൂ എന്നാണ്. അതിനകത്ത് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ വിഷം കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് നീ പറയുന്നത് അല്ല? കെമിക്കലൊക്കെ കൺസ്യൂം ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നീ സപ്പോർട്ട് ചെയ്യുന്നു? യെസ്, ഓഫ് കോഴ്സ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇപ്പൊ ഇവനൊക്കെ കഴിക്കുന്ന പോലെ ഇവൻ വീടുകളിൽ അതുപോലെ നല്ലപോലെ കൃഷി ചെയ്യുന്ന പഴം കാര്യങ്ങളൊക്കെയാണല്ലോ കഴിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ കഴിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതം അതല്ലേ കുറച്ചുകൂടെ നല്ലത്? അത് എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവർക്കും പറ്റത്തില്ല, പക്ഷെ അതിലേക്ക് മാറി വരിക എന്നുള്ളത് അതല്ലേ നല്ലത്? പോസിബിൾ അല്ലത്. ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, എന്നാലും ശരിയാണ്. നമ്മുടെ പോസിബിൾ അല്ല, ബട്ട് പോസിബിൾ അല്ല. ഇൻ ബിറ്റ്വീൻ ദാറ്റ്. അതെ, അതുകൊണ്ടാണല്ലോ ഇതൊന്നും ശരിയാവുക. ഇപ്പൊ ഞാൻ ഒരു ഷോർട്ട് ഫോം ഒക്കെ പിടിക്കുന്നുണ്ട്, BTW, ബൈ ദ വേ, TBH, ടു ബി ഓണസ്റ്റ്.